വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ് സിസ്റ്റം. So, message passing provides a mechanism to allow processes to communicate and to synchronize the actions without sharing the same address space, and is particularly useful in a distributed environment where the communicating processes may reside on different computers connected by a നെറ്റ്വർക്ക്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ടൈപ്പുകൾ, ഒന്ന് ഷെയർഡ് മെമ്മറിയാണ്, മറ്റൊന്ന് മെസ്സേജ് പാസിംഗ് ആണ്. അപ്പോൾ ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൽ തന്നെയുള്ള രണ്ട് പ്രോസസ്സ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത് ഏത് വഴിയാണ്? ഷെയർഡ് മെമ്മറി വഴിയാണ്. നേരെ മറിച്ച് രണ്ട് പ്രോസസ്സ് അത് രണ്ട് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലാണ് എങ്കിൽ ആ രണ്ട് പ്രോസസ്സ് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ത്രൂ ആണെങ്കിൽ അവിടെ ഈ പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുക? മെസ്സേജ് പാസിംഗ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെസ്സേജ് പാസിംഗ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് രണ്ട് പ്രോസസ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം കേസസിൽ അവിടെ ഒരു സെയിം അഡ്രസ് സ്പേസിൽ അവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പരസ്പരം അവരുടെ ആക്ഷൻസ് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയറോൺമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? മെസ്സേജ് പാസിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, a chat program used on the World Wide Web could be designed so that chat participants communicate with one another by exchanging messages. ഇപ്പോൾ ചാറ്റ് റൂമിലുള്ള രണ്ട് യൂസേഴ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത്തരത്തിലുള്ള മെസ്സേജ് പാസിംഗ് മെക്കാനിസം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, then a message passing facility provides at least two operations. What are they? Send message and receive message. Messages sent by a process can be of either fixed or variable size. Fixed size means in this the system level implementation is straightforward and makes the task of programming more difficult. But in the case of variable size, the messages requires a more complex system level implementation, but the programming task becomes simpler. ഓക്കെ, ഇപ്പോൾ ഒരു മെസ്സേജ് പാസിംഗ് ഫെസിലിറ്റിയുടെ കേസിൽ രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്. കുറഞ്ഞത് രണ്ട് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് സെൻഡ് മെസ്സേജ് ആണ്, മറ്റൊന്ന് റിസീവ് മെസ്സേജ് ആണ്. ഇനി ഈ മെസ്സേജ് പാസിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് പറയാം. ഒന്ന് ഫിക്സഡ് സൈസാണ്, മറ്റൊന്ന് വേരിയബിൾ സൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് സൈസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജും ഫിക്സഡ് സൈസ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ടാസ്ക് may be difficult, but the implementation level is somewhat straightforward. ഓക്കെ, അതാണ് ഫിക്സഡ് സൈസിൽ പറയുന്നത്. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ നോക്കണം എന്താ, ആ മെസ്സേജ് ഫിക്സഡ് സൈസിലാണെങ്കിൽ മാത്രമേ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിലാണ് അതോടെ ഇംപ്ലിമെൻ്റ് ആവുന്നത്. നേരെ മറിച്ച് വേരിയബിൾ സൈസ് ആണെങ്കിൽ നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജും വേരിയബിൾ സൈസ് ആവാം. അപ്പോൾ അത്തരം കേസസിൽ ഒരു സിസ്റ്റം ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലക്സ് ആണ്, പക്ഷേ ഒരു പ്രോഗ്രാമിംഗ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിംപ്ലറാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമ്മളിത് ഓൾറെഡി ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ രണ്ട് പ്രോസസ്സ് ഉണ്ട്, പ്രോസസ് എ ആൻഡ് പ്രോസസ് ബി. For example, if a process wants to communicate to process B, process A will send a message to kernel and this kernel will direct that message to പ്രോസസ് ബി. ഇപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി എന്നുള്ള രീതിയിൽ നമുക്ക് മോർ ദാൻ 2 പ്രോസസ്സസ് ഇവിടെ ഉണ്ട് എങ്കിൽ അത്തരം കേസിൽ ഇപ്പോൾ പ്രോസസ് എക്ക് പ്രോസസ് ബിയോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം പ്രോസസ് എ ആ മെസ്സേജ് എവിടത്തേക്കാണ് പാസ് ചെയ്യുന്നത്? കേർണലിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കേർണലാണ് ഓക്കെ ഇത് പ്രോസസ് ബിയിലേക്കുള്ള മെസ്സേജാണ്, അപ്പോൾ പ്രോസസ് ബിയിലേക്ക് വേണ്ടിയിട്ട് അത് ഡയറക്റ്റ് ചെയ്തോളും. ഓക്കെ, അത് സെൻഡ് ചെയ്യുന്നത് കേർണലായിരിക്കും. അപ്പോൾ അതാണ് മെസ്സേജ് പാസിങ്ങിൽ വരുന്നത്. ഇഫ് processes P and Q want to communicate, they must send messages to and receive messages from each other. A communication link must exist between them, and this link can be implemented in a variety of ways. We are concerned here not with the link's physical implementation, such as shared memory, hardware bus or network, but rather with its logical implementation. Here are several methods for logically implementing a link and the send or receive operations that are
direct or indirect communication, synchronous or asynchronous communication, and finally automatic or explicit buffering. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സ് ഉണ്ട്, അതായത് പി ആൻഡ് ക്യൂ. ഈ രണ്ട് പ്രോസസ്സിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സെൻഡ് ചെയ്യുക, മറ്റൊരു ഓപ്പറേഷൻ എന്താണ് പറഞ്ഞത്, റിസീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അവർക്കിടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നൊരു ഫിസിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ അല്ല, നേരെ മറിച്ച് ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ 3 ടൈപ്പാണ് പറയുന്നത്, 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇതൊക്കെയാണ്: ഒന്ന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് സിങ്ക്രണസ് ഓർ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് വൺ ഓട്ടോമാറ്റിക് ഓർ എക്സ്പ്ലിസിറ്റ് ബഫറിങ്. അപ്പോൾ ഇതാണ് ലോജിക്കലി ഇംപ്ലിമെൻറ്റിങ് എ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെൻഡ് ആൻഡ് റിസീവ് ഓപ്പറേഷന് വേണ്ടി ഒരു ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന 3 ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ആ 3 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ 3 ടൈപ്പിൽ നമുക്ക് ഫേസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് ഇഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? നെയിമിംഗ്, സിങ്ക്രണൈസേഷൻ ആൻഡ് ബഫറിങ്. ദ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ദീസ് ഫീച്ചേഴ്സ് ആർ നെയിമിംഗ്, സിങ്ക്രണൈസേഷൻ ആൻഡ് ബഫറിങ്. ഇപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ നെയിമിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. അതുപോലെ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് പറയുമ്പോൾ സിങ്ക്രണൈസേഷൻ. ഓക്കെ, അതുപോലെ ഓട്ടോമാറ്റിക് ആൻഡ് എക്സ്പ്ലിസിറ്റ് ബഫറിംഗ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത്, ബഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നെയിമിംഗ്. ദ പ്രോസസ്സസ് ദാറ്റ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് മസ്റ്റ് ഹാവ് എ വേ ടു റെഫർ ടു ഈച്ച് അതർ. They can use either direct or indirect communication. In direct communication, each process that wants to communicate must explicitly name the recipient or sender of the communication. In this scheme, the send and the receive primitives are defined as send p, message. That means send a message to process P. And the second one is receive Q message. That means the receive a message from process Q. ഇപ്പോൾ പ്രോസസ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ ഈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഇപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 പ്രോസസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലിസിറ്റ്ലി ആ നെയിം കൂടി അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, റെസിപ്പിയൻറ്റിൻ്റെ പേര് അതുപോലെ തന്നെ സെൻഡറിൻ്റെ പേരും. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു ഫ്രം ഉണ്ടാവും, അതുപോലെ തന്നെ ടു ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫ്രം ഒരു ടു എന്നുള്ളത് നമുക്ക് അവിടെ കൊടുത്തിരിക്കുകയാണ്. ആർക്കാണ് ആ ഒരു ലെറ്റർ എത്തിച്ചേരേണ്ടത് എന്നുള്ളത് നമ്മൾ എന്തായാലും അവിടെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സെൻഡ് എന്ന് പറയുമ്പോൾ സെൻഡിൻ്റെ കൂടെ ഏത് 2 കാര്യങ്ങളും നമ്മൾ പാസ് ചെയ്യണം, ആ മെസ്സേജ് അതുപോലെ തന്നെ അത് ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഒരു മെസ്സേജാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, ആ മെസ്സേജ് ആർക്കാണ് പാസ് ചെയ്യുന്നതെന്ന് പി എന്ന പ്രോസസ്സിനാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് പി, മെസ്സേജ്. അതുപോലെ റിസീവ് എന്ന് പറയുമ്പോൾ റിസീവ് ക്യൂ, മെസ്സേജ്, അതായത് എവിടെ നിന്നാണ് ആ മെസ്സേജ് വന്നത്. ഓക്കെ, മെസ്സേജ് അതുപോലെ ആ മെസ്സേജ് എവിടെ നിന്ന് വന്നു, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ റിസീവ് എന്നുള്ളതിൽ നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നു എന്താ, എവിടെ നിന്നാണ്, ഏതാണ്, ആർക്കാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ a communication link in this scheme has the following properties. A link is established automatically between every pair of processes that want to communicate, and the processes need to know only each other's identity to communicate. A link is associated with exactly 2 processes, and between each pair of processes there exists exactly 1 link, and this scheme exhibits symmetry in addressing. That is, both the sender process and the receive processes must name the other to communicate. അപ്പോൾ ഇവിടെ നമ്മൾ ലിങ്കിൻ്റെ കേസ് പറഞ്ഞത് എന്താണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ 2 പ്രോസസ്സിനിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ലിങ്ക് ഓട്ടോമാറ്റിക്കലിയാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്രോസസ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 പ്രോസസ്സിനിടയിൽ ഓട്ടോമാറ്റിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ നമുക്ക് എന്താ അറിയാൻ വേണ്ടി പറ്റും, ഓക്കെ ആരാണ് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 പ്രോസസ്സിനിടയിൽ ഒരൊറ്റൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് മാത്രമേ
ഉണ്ടാവുള്ളൂ. ഓക്കെ, ഏത് രണ്ട് പ്രോസസ്സിൻ്റെ ഇടയിലും ഒരു സിംഗിൾ ലിങ്ക് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പ്രോസസ്സും അതുപോലെ തന്നെ റിസീവ് പ്രോസസ്സും ഇത്തരത്തിൽ നെയിം എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുന്നുണ്ട് എങ്കിൽ അതാണ് സിമ്മെട്രി ഇൻ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെൻഡ് ചെയ്യുന്നവർ ഓക്കെ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെസ്സേജും റിസീവർ സൈഡിൽ ഓക്കെ എന്താണ് മെസ്സേജ്, അതുപോലെ തന്നെ എവിടെ നിന്ന് കിട്ടി, ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതാണ് സിമ്മെട്രി ഇൻ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി എ വേരിയൻ്റ് ഓഫ് ദിസ് സ്കീം എംപ്ലോയ്സ് asymmetry in addressing. Here only the sender names the recipient and the recipient is not required to name the sender. In this scheme, the send and receive primitives are defined as follows: send p, message, send a message to process p, and receive id, message. That means receive a message from any process. So the variable id is set to the name of the process with which communication takes place. അപ്പോൾ നമ്മൾ സിമ്മെട്രി ഇൻ അഡ്രസ്സിങ് പറഞ്ഞു അല്ലെ. സിമ്മെട്രി ഇൻ അഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ എന്താ, ആരാണ് എന്താണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതാണ് സിമ്മെട്രി ഇൻ അഡ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പരം നമ്മൾ നെയിം കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് എസിമെട്രി ഇൻ അഡ്രസ്സിങ്. എസിമെട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിമ്മെട്രി അല്ല അല്ലെ, അതായത് നമ്മൾ നെയിം കൊടുക്കുന്നില്ല ആ ഒരു രീതിയിൽ. നമ്മൾ എന്തായാലും അയക്കുന്ന ആൾക്ക് എന്തായാലും ടു അത്യാവശ്യമാണല്ലോ, അതുകൊണ്ട് ടു അവിടെ മസ്റ്റായിട്ടുണ്ടായിരിക്കും. അതായത് സെൻഡ് എ മെസ്സേജ് ടു പ്രോസസ് പി. ഇനി റിസീവിൻ്റെ കേസിൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പകരം അവിടെ നമ്മളൊരു വേരിയബിളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതാണ് ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡി എന്ന് പറയുന്നത് ഏത് പ്രോസസ്സാണെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ അവിടെ ഐ ഡി എന്ന് മാത്രമേ നമ്മളോട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതാണ് എസിമെട്രി ഇൻ അഡ്രസ്സിങ് എന്ന് പറയുന്നത്. Then the disadvantage. The disadvantages in both of these schemes, that means the symmetric and asymmetric, is the limited modularity of the resulting process definitions and changing the identifier of a process in a state, examining all other process definitions, and all references the old identifier must be found so that they can be modified to the new identifier. ഈ ഒരു രീതിയിൽ പറയുന്ന സമയത്ത് നമുക്കവിടെ ഡിസഡ്വാൻറ്റേജസ് കൂടി പറയേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് മോഡുലാരിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഐ ഡി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് എല്ലാ പ്രോസസ്സും ആ ഒരു രീതിയിലുള്ള ഡെഫിനിഷൻസ് നോക്കേണ്ടി വരും. ഓക്കെ, കാരണം ഓക്കെ ഒരാളുടെ അഡ്രസ്സ് ചേഞ്ചായി, ആ അഡ്രസ്സ് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും, നമുക്ക് റോങ് ആയിട്ടായിരിക്കും എത്തുക അല്ലെ. ഒരു കത്ത് നമ്മൾ അയക്കുന്നത് ആളുടെ കറക്റ്റ് അഡ്രസ്സ് അല്ല എങ്കിൽ നമുക്ക് തിരിച്ചയക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ടു അല്ല ഉദ്ദേശിക്കുന്നത്, ഐ ഡി നമ്മുടെ റിസീവർ പാർട്ടിലാണ് ഉള്ളത്. ഓക്കെ, അതുകൂടെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. ഇപ്പോൾ ചേഞ്ചിങ് ദ ഐഡൻറ്റിഫയർ ഓഫ് എ പ്രോസസ് മെൻ നെസസിറ്റേറ്റ് എക്സാമിനിങ് ഓൾ അതർ പ്രോസസ് ഡെഫിനിഷൻസ്. അപ്പം ഒരു പ്രോസസ്സിൻ്റെ ഐ ഡി ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എല്ലാ പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻസ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൻ്റെ ഐ ഡി പുതിയൊരു ഐ ഡി ആയി. ഓക്കെ, പുതിയൊരു ഐ ഡി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതറിയണം അല്ലേ. ആ രീതിയിൽ നമ്മളത് മോഡിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഏതിലുണ്ട്, ഈ രണ്ട് കേസസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ all references to the old identifier must be found so that they can be modified to the new identifier. Okay. Then indirect communication. The messages are sent to and received from mailboxes or ports. A mailbox can be viewed abstractly as an object into which messages can be placed by processes and from which messages can be removed. Each mailbox has a unique identification. Two processes can communicate only if the processes have a shared mailbox. The send and receive primitives are defined as follows: send a message to mailbox A, and receive a message from mailbox A. അപ്പോൾ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ലിങ്ക് ഉണ്ട്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു,
സെൻഡ് ചെയ്യുന്നു. ഇനി ഇൻഡയറക്റ്റ് ആകുമ്പോൾ അവിടെ ഈ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് ത്രൂ ആണ്? ഒരു മെയിൽ ബോക്സ് വഴിയാണ് അല്ലെങ്കിൽ ഒരു പോർട്ട് വഴിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ് ഡയറക്റ്റ് ആകുമ്പോൾ ഒരാൾ നേരിട്ട് ഒരു ലിങ്ക് കൊണ്ടുപോയിട്ടെന്ന് ഒരു ലിങ്ക് വഴി ഒരാൾ ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇനി നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ആകുമ്പോൾ നമ്മളൊരു മെയിൽ ബോക്സിൽ ഇടുകയാണ്. ഓക്കെ, ഒരാളൊരു മെയിൽ ബോക്സിൽ ഇടുന്നു, മറ്റൊരാൾ അത് വന്നിട്ട് എടുക്കുന്നു. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എ മെയിൽ ബോക്സ് ക്യാൻ ബി വ്യൂഡ് അബ്സ്ട്രാക്ട്ലി ആസ് എൻ ഒബ്ജക്റ്റ് ഇൻ ടു വിച്ച് മെസ്സേജസ് ക്യാൻ ബി പ്ലേസ്ഡ് ബൈ പ്രോസസ്സസ് ആൻഡ് ഫ്രം വിച്ച് മെസ്സേജസ് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്കവിടെ കാണാം. ഇപ്പോൾ നിങ്ങളൊരു പത്രം എഴുതുന്നൊരു ഒരു ബോക്സ് ആലോചിക്കുക. അപ്പോൾ അതിലേക്കാണ് ഈ രീതിയിൽ മെസ്സേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സിന് ആ ഒരു മെയിൽ ബോക്സിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റ് പ്രോസസ്സിന് ആ മെസ്സേജസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ മെയിൽ ബോക്സിനും ഒരു യുണീക്കായിട്ടുള്ളൊരു ഐഡി ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് പ്രോസസ്സിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രോസസ്സും ഒരു ഷെയർഡ് ആയിട്ടുള്ളൊരു മെയിൽ ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ വിടുന്നത്. ഇപ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മെയിൽ ബോക്സിൽ ഇടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർക്ക് രണ്ടാൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മെയിൽ ബോക്സ്, ആ മെയിൽ ബോക്സിലേക്ക് ഇടുന്നു, മറ്റൊരു പ്രോസസ്സ് വന്നിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ രണ്ട് രീതിയിലുള്ള പ്രിമിറ്റീവ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻഡ് ആൻഡ് റിസീവ്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? നേരത്തെ നമ്മൾ ഏത് പ്രോസസ്സാണ് എവിടെ നിന്നാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്താ? സെൻഡ് മെസ്സേജ് ടു മെയിൽ ബോക്സ് എ. അതായത് ആ ഒരു മെയിൽ ബോക്സിന് നെയിമാണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ID ആണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നൊരു മെയിൽ ബോക്സ്, ആ മെയിൽ ബോക്സിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ റിസീവ് ഫ്രം മെയിൽ ബോക്സ് എ. കാരണം ആ രണ്ട് പ്രോസസ്സിനിടയിൽ എന്താ ഉള്ളത്? ആ ഒരു മെയിൽ ബോക്സ് ആണുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Then, a communication link has the following properties. A link is established between each pair of processes only if both members of a pair have a shared mailbox, and a link may be associated with more than two processes. Between each pair of communicating processes, there may be a number of different links, with each link corresponding to one mailbox. രണ്ട് പ്രോസസ്സിനിടയിൽ ഒരു ഷെയർഡ് മെമ്മറി മെയിൽ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി രണ്ടിൽ കൂടുതൽ പ്രോസസ്സിനിടയിൽ ഇത്തരത്തിൽ നമുക്കൊരു ലിങ്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണ്? ഏത് രണ്ട് പെയർ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ്സിനും ഇടയിൽ ഡിഫറെൻറ്റ് ലിങ്ക്സ് പോസിബിളാണ്. പക്ഷെ ഓരോ ലിങ്ക് കറസ്പോണ്ട് ചെയ്യുന്നത് ഓരോ മെയിൽ ബോക്സുമായിട്ടാണ്. ഈ ഒരു രീതിയിൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. Next, suppose that processes P1, P2 and P3 all share mailbox A, and process P1 sends a message to A, while both P2 and P3 execute a receive from A. Which process will receive the message sent by P1? The answer depends on which of the following methods we choose. Allow a link to be associated with two processes at most. Allow at most one process at a time to execute a receive operation. And third one, allow a system to select arbitrarily which process will receive the message. That is either P3 or P2, but not both will receive the message. അതായത് നമ്മൾ പറഞ്ഞു രണ്ടിൽ കൂടുതൽ പ്രോസസ്സിന് ഈ ഒരു രീതിയിൽ സാധ്യമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ മൂന്ന് പ്രോസസ്സ് ഉണ്ട്, P1, P2, P3. അപ്പോൾ ഈ മൂന്നും ഷെയർ ചെയ്യുന്നത് സെയിം മെയിൽ ബോക്സ് ആണ്. അവിടെ P1 എന്ത് ചെയ്യുന്നു? അതിലേക്ക് സെൻഡ് ചെയ്യാണ്. നേരെ മറിച്ച് P2ഉം P3 എന്ത് ചെയ്യുന്നു? ആ ഒരു മെയിൽ ബോക്സിൽ നിന്ന് റിസീവ് ചെയ്യാണ്. ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു പ്രോസസ്സ് P1 സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ P2ഉം P3യും എന്താണ്? റിസീവ് ചെയ്യുന്നതാണ്. ഈ P2ഉം P3യും ആരാണ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ നോക്കാം. ഏതൊക്കെയാ? ഒരു ലിങ്ക് രണ്ട് പ്രോസസ്സിനിടയിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുക. ഓക്കെ, ഇപ്പോൾ P1ഉം P3 അല്ലെങ്കിൽ P1, P2, ഈ രീതിയിൽ രണ്ട് പ്രോസസ്സിനിടയിൽ മാത്രം നമുക്ക് ആ ഒരു ലിങ്ക് അസോസിയേറ്റ് ചെയ്ത് കിടക്കുക. അതാണ് ഒന്നാമത്തെ കേസ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? അറ്റ് എ ടൈം
ഒരു പ്രോസസ്സ് മാത്രമേ അത് റിസീവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഒന്നുകിൽ P2 അല്ലെങ്കിൽ P3. അപ്പോൾ ആ ഒരു അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ P2 മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ P3 മാത്രമേ റിസീവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? നമുക്ക് ആർബിട്രലി നമുക്ക് സെലക്ട് ചെയ്യാം ഏത് പ്രോസസ്സ് ആ മെസ്സേജ് റിസീവ് ചെയ്യണം. ഒന്നുകിൽ P2 അല്ലെങ്കിൽ P3, പക്ഷേ രണ്ടും ഒരുമിച്ച് മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് രണ്ടും മൂന്നിനേക്ക് ഒരുപോലെ തോന്നിയേക്കാം, പക്ഷേ നമുക്ക് പറയുന്ന സമയത്ത് നമ്മൾ ആർബിട്രലി നമ്മൾ സെലക്ട് ചെയ്യാണ് ഏത് പ്രോസസ്സാണ് എന്നുള്ളത്. അതാണ് തേർഡ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു എക്സിക്യൂഷൻ റിസീവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് മാത്രമേ അത് റിസീവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ടീഷൻ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പ്രോസസ്സ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് കേസ്. തേർഡ് എന്ന് പറയുന്നത് ആർബിട്രലി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഏത് പ്രോസസ്സാണ് അത് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, the system also may define an algorithm for selecting which process will receive the message. That is round robin, where processes take turns receiving messages. അതായത് ഒരു പ്രാവശ്യം P2 റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം P3 റിസീവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു അൽഗോരിതം വെച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. Then the system may identify the receiver to the sender. This next one, a mailbox may be owned either by a process or by the operating system. അതായത് ഒരു സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഏതാണ് റിസീവർ എന്നുള്ളത്. ഓക്കെ, ഇതുപോലെ മെയിൽ ബോക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു പ്രോസസ്സ് ഓൺ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്യുന്നതായിരിക്കാം. If the mailbox is owned by a process, that is the mailbox is part of the address space of the process, then we distinguish between the owner, which can only receive messages through this mailbox, and the user, that is which can only send messages to the mailbox. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആരാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, then since each mailbox has a unique owner, there can be no confusion about which process should receive a message sent to this mailbox. കാരണം ഒരു മെയിൽ ബോക്സ് ഇപ്പോൾ ഒരു പ്രോസസ്സാണ് ഓൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, കാരണം ഏത് പ്രോസസ്സാണ് അത് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത്. Okay, then when a process that owns a mailbox terminates, the mailbox disappears, and any process that subsequently sends a message to this mailbox must be notified that the mailbox no longer exists. കാരണം ഒരു പ്രോസസ്സാണ് ഈ ഒരു മെയിൽ ബോക്സ് ഓൺ ചെയ്യുന്നത് എങ്കിൽ അയാൾ പോയി കഴിഞ്ഞാൽ എന്താ, അയാളുടെ മെയിൽ ബോക്സ് അവിടെ ഡിസപ്പിയർ ആവും അല്ലേ. അതുപോലെയാണ് ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മെയിൽ ബോക്സും ഡിസപ്പിയർ ആവും. കാരണം എന്താ, ആ അഡ്രസ് സ്പേസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെയാണ്. മെയിൽ ബോക്സ് ആ ഒരു പ്രോസസ്സിൻ്റെ അഡ്രസ് സ്പേസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ആകുമ്പോഴും അതിൻ്റെ അഡ്രസ് സ്പേസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോവാണ്. ആ സമയത്ത് അതിലുള്ള മെയിൽ ബോക്സ് എന്താവും, ഡിസപ്പിയർ ആവും. സോ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ മെസ്സേജ് അയക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ അങ്ങനെ ഒരു മെസ്സേജ് അവിടെ മെയിൽ ബോക്സ് അവിടെ ഇല്ല എന്നുള്ള നോട്ടിഫൈ ചെയ്യേണ്ട ആവശ്യം അവിടെ വരും. അതാണ് ഒരു പ്രോസസ്സ് ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് രീതിയിൽ ഓൺ ചെയ്യാം, ഒന്നുകിൽ പ്രോസസ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കാം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പ്രോസസ്സാണ് ഓൺ ചെയ്യുന്നത് എങ്കിൽ ആ പ്രോസസ്സിൻ്റെ അഡ്രസ് സ്പേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മെയിൽ ബോക്സ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ആരാണ് ഓണർ അല്ലെങ്കിൽ ആരാണ് യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓണർ എന്ന് പറയുന്നത് which can only receive messages through this mailbox, and the user means which can only send messages to the mailbox. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ഒരു മെയിൽ ബോക്സിൽ ഒരു പ്രോസസ്സിൻ്റെ പ്രോസസ്സാണ് ഓണർ എങ്കിൽ എന്ത് സംഭവിക്കും, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ പ്രോസസ്സായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മെയിൽ ബോക്സ് ഡിസപ്പിയർ ആവും. ഈ ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രോസസ്സ് ആ ഒരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ബോക്സ് അവിടെ
ആക്സസ് ചെയ്യുന്നില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി എ മെയിൽ ബോക്സ് ദാറ്റ് ഈസ് ഓൺഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് എൻ എക്സിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഈസ് നോട്ട് അറ്റാച്ച്ഡ് ടു എനി പെർട്ടിക്കുലർ പ്രോസസ്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം then must provide a mechanism that allows a process to do the following: create a new mailbox, send and receive messages through the mailbox, delete a mailbox. ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അത് ഓൺ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റാച്ച് ടു ഇനി പെർട്ടിക്കുലർ ഒരു പ്രോസസ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതല്ല. ദെൻ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ മെയിൽ ബോക്സ്, ദെൻ സെൻഡ് എ റിസീവ് മെസ്സേജസ് ത്രൂ ദി മെയിൽ ബോക്സ്, അതുപോലെ ഡിലീറ്റ് എ മെയിൽ ബോക്സ്. ഈ കാര്യങ്ങളൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ദെൻ ദ പ്രോസസ് ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ മെയിൽ ബോക്സ് ഈസ് ദാറ്റ് മെയിൽ ബോക്സ് ഓണർ ബൈ ഡിഫോൾട്ട്. അപ്പോൾ ഒരു പ്രോസസ്സാണ് ഒരു മെയിൽ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ബോക്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരെന്നെയായിരിക്കും? ആ പ്രോസസ്സായിരിക്കും ബൈ ഡിഫോൾട്ട്. ആൻഡ് ഇനീഷ്യലി ദ ഓണർ ഈസ് ദ ഓൺലി പ്രോസസ് ദാറ്റ് ക്യാൻ റിസീവ് മെസ്സേജസ് ത്രൂ ദിസ് മെയിൽ ബോക്സ്. However, the ownership and receiving privilege may be passed to other processes through appropriate system calls. അപ്പം ഒരു പ്രോസസ്സ് ഒരു മെയിൽ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൽ ബോക്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ ഇനീഷ്യലി അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം? മറ്റു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് അതിൻ്റേതായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിസ്റ്റം കോൾസ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് ദിസ് പ്രൊവിഷൻ കുഡ് റിസൾട്ട് ഇൻ മൾട്ടിപ്പിൾ റിസീവേഴ്സ് ഫോർ ഈച്ച് മെയിൽ ബോക്സ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഒരു റിസീവിങ് പ്രിവിലേജ് നമുക്ക് മറ്റൊരു പ്രോസസ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അവിടെ എന്തും സാധ്യമാണ്? മൾട്ടിപ്പിൾ റിസീവേഴ്സും സാധ്യമാണ്. ഓരോ മെയിൽ ബോക്സിലൂടെയും മൾട്ടിപ്പിൾ റിസീവേഴ്സും അവിടെ സംഭവിക്കാം. ഓക്കെ, ദെൻ synchronization. The communication between processes takes place through calls to send and receive primitives. There are different design options for implementing each primitive. Message passing may be either blocking or non-blocking, also known as synchronous and asynchronous. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ത്രൂ ആണ്? സിസ്റ്റം കോൾസ് അല്ലേ. ഏതൊക്കെ സിസ്റ്റം കോൾസ് ആണ്? സെൻഡ് ആൻഡ് റിസീവ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം കോൾസ് പ്രിമിറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ഡിസൈൻ ഓപ്ഷൻസ് ഫോർ ഇംപ്ലിമെൻറ്റിങ് ഈച്ച് പ്രിമിറ്റീവ്. അപ്പോൾ ഈ ഓരോ പ്രിമിറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മെസ്സേജ് പാസിംഗ് മേ ബി ഏത് ബ്ലോക്കിംഗ് ഓർ നോൺ ബ്ലോക്കിംഗ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് പാസിംഗ് ബ്ലോക്കിംഗ് ഓർ നോൺ ബ്ലോക്കിംഗ് എന്നുള്ളതിനെ നമുക്ക് പറയുന്ന മറ്റൊന്നാണെന്ത്? സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ്. ഇനി ഇവിടെ ബ്ലോക്കിംഗ് ഉണ്ട്. ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ അതുപോലെ നോൺ ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 4 കാറ്റഗറി പറയാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് ബ്ലോക്കിംഗ് സെൻഡ്, നോൺ ബ്ലോക്കിംഗ് സെൻഡ്, ബ്ലോക്കിംഗ് റിസീവ്, നോൺ ബ്ലോക്കിംഗ് റിസീവ്. Then blocking send. The sending process is blocked until the message is received by the receiving process or by the mailbox. അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആ മെസ്സേജ് സെൻഡ് ചെയ്ത് റിസീവ് ചെയ്യുന്നത് വരെ ആ പ്രോസസ്സ് വേറൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ആ പ്രോസസ്സ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തു. ആ ഒരു രീതിയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ബ്ലോക്കിംഗ് സെൻഡ്. ഇപ്പോൾ ഒരാൾ വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ലെറ്റർ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി അയാൾക്ക് വേറൊരാൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ലെറ്റർ എവിടെയാണോ റിസീവ് ചെയ്യേണ്ടത് ആ റിസീവ് ചെയ്യുന്ന സമയം വരെ. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ സെൻഡ് ചെയ്ത ആൾക്കും വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ റിസീവർ സൈഡിലെത്തിയ ശേഷം മാത്രമേ അത് സാധിക്കുള്ളൂ. അത്ര വരെയും ആ സെൻഡർ ബ്ലോക്കിംഗ് സ്റ്റേജിലായിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോൺ ബ്ലോക്കിംഗ് സെൻഡ്. ദാറ്റ് ഈസ് ദ സെൻഡിങ് പ്രോസസ് സെൻഡ്സ് ദ മെസ്സേജ് ആൻഡ് റിസീവ്സ് ഓപ്പറേഷൻ. അതായത് ആ പ്രോസസ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു, ദെൻ അയാൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നു. അയാളുടെ ഓപ്പറേഷൻസ് റെസ്യൂം ചെയ്യുന്നു. അതാണ് നോൺ ബ്ലോക്കിംഗ് സെൻഡ്. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്തൊരു ലെറ്റർ അയച്ചു, അയാൾക്ക് വേറെ എന്തെങ്കിലും അയാളുടെ തൊട്ടടുത്ത് തന്നെ അത് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ആ ജോലിയായിട്ട് തുടരാം.
വേറൊരു കാര്യം ചെയ്യേണ്ട ആ ഒരു രീതിയിലൊരു ബ്ലോക്കിംഗ് ആയിട്ട് വരുന്നില്ല, എന്തും തുടർന്നുകൊണ്ട് പോകും. അതാണ് നോൺ ബ്ലോക്കിംഗ് സെൻഡ്. Then blocking receive. The receiver blocks until a message is available. അപ്പോൾ അയാൾ ഒരു സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്തു, ഓക്കെ. ഇനി അയാൾ സെൻഡ് ചെയ്തു, റിസീവർ ഇയാളാണ്, ഇപ്പോൾ പ്രോസസ്സ് ബി ആണ്. അപ്പോൾ പ്രോസസ്സ് ബിക്ക് അവിടെ സെൻഡ് ചെയ്ത് ഇവിടെ റിസീവ് ആവുന്നത് വരെയും വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഓക്കെ. ആ വെയിറ്റ് ചെയ്തിരിക്കുക മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ എന്താ ബ്ലോക്കിംഗ് റിസീവ്. ഇപ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സിന് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസീവ് ആവുന്നത് വരെ അല്ലെങ്കിൽ അവിടെ മെസ്സേജ് എത്തുന്നത് വരെയും ആ റിസീവർ ബ്ലോക്കിംഗ് സ്റ്റേറ്റിലായിരിക്കും. നെക്സ്റ്റ് നോൺ ബ്ലോക്കിംഗ്. ദ റിസീവർ റിട്രീവ്സ് ഏതർ എ വാലിഡ് മെസ്സേജ് ഓർ എ നൾ. അപ്പോൾ ഒന്നിക്കൽ ആ ഒരു റിസീവർക്ക് ഒരു മെസ്സേജ് കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ആ ഒരു രീതിയിൽ അവിടെ വരുന്ന എന്താണ് ഒരു നോൺ ബ്ലോക്കിംഗ് റിസീവ്ഡ്. ഇങ്ങനെ 4 കേസസ് ആണ് ഇവിടെ വരുന്നത് സിങ്ക്രോണൈസേഷനിൽ വരുന്നത്. Then different combinations of send and receive are possible. When both send and receive are blocking, we have a rendezvous between the sender and the receiver. The solution to the producer-consumer problem becomes trivial when we use blocking send and receive statements. അപ്പോൾ blocking send and receive ആണെങ്കിലോ ഒരു സെൻഡർ സെൻഡ് ചെയ്ത് കഴിഞ്ഞു, ആ സെൻഡർ അവിടെ തന്നെ ഐഡിയലായിട്ടിരിക്കും, ഓക്കെ. അതുപോലെ ബ്ലോക്കിംഗ് റിസീവറാണ്. ഇപ്പോൾ റിസീവറും അത് സെൻഡ് ചെയ്ത് അവൈലബിൾ ആവുന്നത് വരെ അതും ബ്ലോക്കിംഗ് സ്റ്റേറ്റിലായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നതാണ് എന്ത് ഒരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ, സെൻഡറും റിസീവറും ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ വരിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. ദ പ്രൊഡ്യൂസർ മിയർലി ഇൻവോക്സ് ദി blocking send call and waits until the message is delivered to either the receiver or the mailbox. Likewise, when the consumer invokes receives, it blocks until a message is available. നമ്മൾ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിൽ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബ്ലോക്കിംഗ് സെൻഡ് ആൻഡ് റിസീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഈ ഒരു ബ്ലോക്കിംഗ് സെൻഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസീവർ സൈഡിലെത്തുന്നത് വരെയും ആ ഒരു പ്രൊഡ്യൂസർ എന്തായിരിക്കും ബ്ലോക്കിംഗ് സ്റ്റേജിലായിരിക്കും. അതുപോലെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുക, അതുപോലെ റിസീവർ സൈഡിലും ഇത്തരത്തിലൊരു റിസീവ് ബ്ലോക്സ് ആണ് ഇൻവോക്ക് ചെയ്തത് എങ്കിൽ മെസ്സേജ് അവൈലബിൾ ആവുന്നത് വരെ ഈ ഒരു കൺസ്യൂമർ എന്ത് തന്നെയായിരിക്കും ബ്ലോക്കിംഗ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ബോത്ത് സെൻഡ് ആൻഡ് റിസീവ് ആർ ഇൻ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then buffering. This is the last one. So whether the communication is direct or indirect, messages exchanged by communicating processes reside in a temporary queue. Basically, such queues can be implemented in 3 ways. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ക്യൂവിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഓക്കെ. ഇനി ഇത്തരം ക്യൂസ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. 3 ടൈപ്പ് ആണുള്ളത്, ഓക്കെ. ഫസ്റ്റ് വൺ സീറോ കപ്പാസിറ്റി, സെക്കൻഡ് ബൗണ്ടഡ് കപ്പാസിറ്റി ആൻഡ് തേർഡ് വൺ അൺബൗണ്ടഡ് കപ്പാസിറ്റി. And what is zero capacity? The queue has a maximum length of 0. Thus, the link cannot have any messages waiting in it. In this case, the sender must block until the recipient receives the മെസ്സേജ്. നമുക്കറിയാം സീറോ കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റി ഇല്ല അല്ലേ, 0 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഒരു ക്യൂയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്, മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത് 0 ആണ്. അതായത് അങ്ങനെ ഒരു ക്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആ ഒരു സീറോ കപ്പാസിറ്റി എന്നുള്ളത് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ നമുക്കൊരു നമ്മൾ എന്താണോ അയക്കുന്നത് അത് നമ്മുടെ റിസീവർ സൈഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റ് അവിടെ വരുന്നില്ല. ആ ഒരു ലിങ്കിൽ ഡയറക്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നു, റിസീവർ സൈഡിലെത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിലായിരിക്കണം, ആ ഒരു റെസിപ്പിയൻ്റ് അത് റിസീവ് ചെയ്യുന്നത് വരെ. കാരണം എന്താ, ഇവിടെ വെയിറ്റിംഗ് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ റിസീവ് ആയിരിക്കണം, ഓക്കെ. ഇനി അവിടെ ഏതെങ്കിലും രീതിയിൽ ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കവിടെ ആ ഒരു രീതിയിൽ ബഫറിങ് നമുക്കവിടെ സാധ്യമല്ല, നമ്മുടെ ഡാറ്റ ലോസായി എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ, ഈ ഒരു സെൻഡർ ആ ഒരു ടൈമിൽ സീറോ കപ്പാസിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് സെൻഡർ എന്താണ്
ബ്ലോക്ക് ആയിരിക്കണം. ആ ഒരു റിസീവർ സൈഡിൽ റിസീവർ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് വരെയും. അതാണ് സീറോ കപ്പാസിറ്റി. സെക്കൻഡ് വൺ, bounded capacity. The queue has finite length n. Thus, at most n messages can reside in it. If the queue is not full when a new message is sent, the message is placed in the queue. Either the message is copied or a pointer to the message is kept, and the sender can continue execution without waiting. The link's capacity is finite. However, if the link is full, the sender must block until space is available in the queue. ഇവിടെ ഒരു ബൗണ്ടഡ് കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ബൗണ്ടഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ക്യൂ ഉണ്ട്, ഒരു വെയിറ്റിംഗ് ക്യൂ ഉണ്ട്. അപ്പം നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെൻഡർക്ക് മറ്റ് കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ഒരു റിസീവർക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജിൻ്റെ ക്യൂ എന്ന് പറയുന്നത്, വെയിറ്റിംഗ് ക്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ലെങ്ത് ആണ്. ഓക്കെ, ഇങ്ങനെ അയക്കുന്ന സമയത്ത് ആ ഒരു ക്യൂ സപ്പോസ് അത് ഫുള്ളായി എന്ത് സംഭവിക്കും? ആ ക്യൂ കഴിഞ്ഞ് വരുന്ന മെസ്സേജ് അവിടെ നിന്ന് ഡാറ്റ ലോസ് ആവും അല്ലേ? അതുകൊണ്ട് തന്നെ അത്തരം കേസസിൽ സെൻഡർ എന്തായിരിക്കണം? ബ്ലോക്ക് ആയിരിക്കണം. ഓക്കെ, രണ്ട് പ്രോസസ്സ് ഉണ്ട്, പ്രോസസ്സ് എ, പ്രോസസ്സ് ബി. അപ്പോൾ ഫസ്റ്റ് കേസിൽ സീറോ കപ്പാസിറ്റിയാണ്. അപ്പോൾ പ്രോസസ്സ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വേറൊരു തടസ്സമില്ലാതെ ഡയറക്റ്റ് എവിടെ എത്തണം? പ്രോസസ്സ് ബിയിലെത്തണം. കാരണം അവിടെ ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് പ്രോസസ്സ് ബിയിലെത്തുന്നതുവരെയും പ്രോസസ്സ് എ ബ്ലോക്ക് സ്റ്റേജിലായിരിക്കണം. സെക്കൻഡ് കേസ് ബൗണ്ടഡ് കപ്പാസിറ്റി. ബൗണ്ടഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ഫൈനൈറ്റ് ലെങ്ത് ക്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ വരുന്നില്ല. കാരണം ആ സെൻഡർക്ക് മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെങ്കിൽ ആ ലിങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ. ഇനി ആ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് ക്യൂ സപ്പോസ് ഫുള്ളാണ് എങ്കിൽ അത്തരം കേസസിൽ നമുക്ക് എന്ത് പറയാം? ആ സെൻഡർ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ക്യൂ അവൈലബിൾ ആവുന്നത് വരെയും ആ സെൻഡർ ബ്ലോക്ക് ആവണം. ഇനി സെൻഡ് ചെയ്ത് നമുക്ക് ആ ക്യൂ ഒക്കെ നമുക്ക് ഒഴിവായി വന്നുവെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് തുടങ്ങാം? അതിനെ റെസ്യൂം ചെയ്യാം. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും മെസ്സേജസ് സെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ആണ് അൺബൗണ്ടഡ് കപ്പാസിറ്റി. അൺബൗണ്ടഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യൂ ലെങ്ത് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി ഇൻഫൈനൈറ്റ് ആണ്. ദസ് എനി നമ്പർ ഓഫ് മെസ്സേജസ് ക്യാൻ വെയിറ്റ് ഇൻ ഇറ്റ് ആൻഡ് ദ സെൻഡർ നെവർ ബ്ലോക്സ്. കാരണം നേരത്തെ കേസിൽ ക്യൂ ഫുള്ളാവുമ്പോൾ സെൻഡർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ബൗണ്ടഡ് കപ്പാസിറ്റീൻ്റെ കേസിൽ. അൺബൗണ്ടഡ് കപ്പാസിറ്റീൻ്റെ കേസിൽ ഇത്തരത്തിൽ സെൻഡർ എന്താവുന്നില്ല? ബ്ലോക്ക് ആവുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു വെയിറ്റ് ചെയ്യാതെ തന്നെ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. Then, the zero capacity case is sometimes referred to as a message system with no buffering. The other cases are referred to as a system with automatic buffering. അപ്പോൾ സീറോ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത് നോ ബഫറിംഗ് ആണ്. നേരെ മറിച്ച് മറ്റ് രണ്ട് കേസസും ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ബഫറിംഗ് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെസ്സേജ് പാസിംഗ്. അപ്പോൾ മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന്, രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലെ ഒരു നെറ്റ്വർക്ക് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് സിസ്റ്റത്തിന് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ നമുക്ക് ഒരു മെസ്സേജ് പാസിംഗ് മെക്കാനിസം യൂസ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി അവിടെയുള്ള രണ്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സെൻഡർ ആൻഡ് റിസീവർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഇവിടെ സിമെട്രിക് ഉണ്ട്, അതുപോലെ എസിമെട്രിക് ഉണ്ട്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ സിമെട്രിക്കിൽ സെൻഡർ അതുപോലെ റിസീവറിൽ നമ്മൾ ഫസ്റ്റ് സെൻഡറിൽ നമ്മൾ എവിടത്തേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് റിസീവർ സൈഡിൽ നമ്മൾ ആ ഒരു രീതിയിൽ റിസീവിങ് സൈഡിലെ പ്രോസസ്സിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളവിടെ ഒരു ഐഡിയ ആണ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള കേസിൽ സിങ്ക്രണസ് അസിങ്ക്രണസ് പറഞ്ഞു. അതുപോലെ ബഫറിങ്ങിൽ സീറോ കപ്പാസിറ്റി, അൺബൗണ്ടഡ്, അതുപോലെ ബൗണ്ടഡ് കപ്പാസിറ്റി. അങ്ങനെ ഡിഫറെൻറ്റ് കേസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം.
ഇവിടെ ബ്ലോക്കിംഗ് സ്റ്റേറ്റും നോൺ ബ്ലോക്കിംഗ് സ്റ്റേറ്റും ഉണ്ട് സിങ്ക്രോണസിൽ. അപ്പോൾ അവിടെ സിങ്ക്രൊണൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അവിടെ 4 കേസാണ്: സെൻഡർ ബ്ലോക്ക് ചെയ്യുക, റിസീവർ ബ്ലോക്ക് ചെയ്യുക, അതുപോലെ സെൻഡർ അൺബ്ലോക്ക് ചെയ്യുക, റിസീവർ അൺബ്ലോക്ക് ചെയ്യുക. അതുപോലെ ഈ ഡയഗ്രവും നിങ്ങൾ അതുപോലെ തന്നെ ഓർത്തു വെക്കുക. മെയിൽ ബോക്സിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ എന്താണ് മെയിൽ ബോക്സ് എന്നത് ലിങ്ക് എന്താണ്, ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെസ്സേജ് പാസിംഗ്. താങ്ക് യു.